ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സീറോ മലബാർ സഭയിൽ ഇന്ന് 50 നോയമ്പിന് മുമ്പായിട്ട് മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഇന്ന് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാനും ഈശോയെ സ്വീകരിക്കുവാനും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനും ഈശോ കൃപ നൽകി. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ ഇന്ന് നമ്മളൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ പലരും ഇങ്ങനെ പറയാറുണ്ട്, മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, മരിച്ചവർക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കേണ്ട, ഒപ്പീസി ചൊല്ലിക്കേണ്ട, ശുദ്ധീകരണാത്മാക്കളില്ല, ശുദ്ധീകരണ സ്ഥലമില്ല എന്നൊക്കെ ഇങ്ങനെ പലരും പറയാറുണ്ട്. അതൊക്കെ കേട്ടിട്ട് പലരും ഇങ്ങനെ അത് ശരിയാണ്, അച്ഛന്മാർക്ക് പുട്ടടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുർബാന പണം വെച്ചിരിക്കുന്നത് എന്നൊക്കെ പലരും ഇങ്ങനെ വിമർശിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ അറിയുന്ന ഒരു വ്യക്തി ഇതുപോലെ വിമർശിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അവര് മരിച്ചു, അവരവരുടെ വഴിക്ക് പോയി, ഈ കുർബാനയ്ക്ക് പണം കൊടുക്കേണ്ട കാര്യമില്ല, ഒപ്പീസി ചൊല്ലിക്കുന്നവരെല്ലാം മണ്ടന്മാരാണ് എന്നൊക്കെ ഈ വ്യക്തി ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ വിമർശിച്ച് സംസാരിക്കും. ഒരു ദിവസം ഈ വ്യക്തിക്ക് സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 1 മാസം ഹോസ്പിറ്റലിൽ കിടന്നു, ICUവിലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ 1.5 ലക്ഷം രൂപയായി. അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഈ വ്യക്തി പറഞ്ഞു, എനിക്ക് സെമിത്തേരിയിൽ പോകണം, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കണം, ഒപ്പീസി ചൊല്ലിക്കണം എന്നൊക്കെ. ഇത് ഈ വ്യക്തിക്ക് പറയുവാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ മരണത്തോടടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ നമ്മളിതൊക്കെ ചെയ്തില്ലല്ലോ എന്നൊക്കെയുള്ള ചില ചിന്തകളൊക്കെ വരുന്നത്. നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തകളൊന്നും വരത്തില്ല. നമ്മൾ മരണത്തോടെടുക്കുമ്പോൾ ദൈവമേ ഞാനിതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്കും ഇതുപോലെയുള്ള ചിന്തകൾ കടന്നു വന്ന ആ സമയം മുതൽ ഈ വ്യക്തി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, കുർബാന ചൊല്ലിക്കുവാൻ തുടങ്ങി, ഒപ്പീസി ചൊല്ലിക്കുവാനൊക്കെ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, കുർബാന ചൊല്ലിക്കേണ്ട, ഒപ്പീസി ചൊല്ലിക്കേണ്ട എന്നൊക്കെ പറയുന്നവര് ശരിക്കും ബൈബിള് വായിച്ചിട്ടൊക്കെ ഇത് പറയുന്നതും പ്രഘോഷിക്കുന്നതൊക്കെ നല്ലതാണ്. കാരണം ഈശോ ജനിക്കുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, BC 175 മക്കബായരുടെ പുസ്തകം എഴുതപ്പെടുന്നത്. ഈ മക്കബായരുടെ പുസ്തകത്തില് 2 മക്കബായർ 12-ാം അധ്യായം അതിന്റെ 44-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും പോഷത്വവും ആകുമായിരുന്നെന്ന്. പ്രിയപ്പെട്ടവരെ, പലരുടെയും ബൈബിളിലൊക്കെ ഈ മക്കബായരുടെ ഒക്കെ പുസ്തകം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ ഉള്ളവര് ഈ വചനങ്ങളൊക്കെ എടുത്ത് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. അവിടെയും ഇവിടെയും ഇരുന്ന് പറയുമ്പോൾ അത് ശരിയാണ്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, കുർബാന ചൊല്ലിക്കേണ്ട, അച്ഛന്മാർക്ക് ഭക്ഷണം അല്ല തുട്ടടിക്കാൻ വേണ്ടിയാണ് ഈ കുർബാന പണം വെച്ചിരിക്കുന്നതൊക്കെ എന്നൊക്കെ വിമർശിക്കുമ്പോൾ, ഇങ്ങനെ വിമർശിക്കുന്നവര് വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 8-ാം തിരുവചനം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. വചനം ഇതാണ്: ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായൊരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. സുവിശേഷം ഫോളോ ചെയ്യാതെ, അല്ലെ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കുമ്പോൾ അവൻ ശപിക്കപ്പെട്ടവനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ശപിക്കപ്പെടുവാൻ വേണ്ടി ചിലര് സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അത് കേട്ടിട്ട് ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് ഇതെല്ലാം ശരിയാണ് എന്ന് പറയുന്നവരും ശപിക്കപ്പെടുന്നവരായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ശപിക്കപ്പെടുന്നവരായിട്ട് മാറാതിരിക്കുവാൻ, സുവിശേഷം മാത്രം ഫോളോ ചെയ്യുന്നവരായിട്ട് മാറുവാൻ. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അത് സുവിശേഷം ബൈബിൾ എടുത്ത് വായിച്ചു നോക്കണം, ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന്, എന്നിട്ട് മാത്രം ഇത് നിങ്ങൾ സ്വീകരിക്കാവുള്ളൂ. അല്ലാതെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, റൂമിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി, ആ സമയത്ത് അന്ധകാരം വന്നു, എന്നാൽ ഇനി ഉള്ള ദിവസങ്ങളിൽ മുഴുവനും അന്ധകാരമാണ് എന്ന് പറഞ്ഞ് വെളിപാടുകൾ നൽകുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, സുവിശേഷം മാത്രം
സുവിശേഷത്തിൽ മാത്രം വിശ്വസിക്കുക, സുവിശേഷം മാത്രം ഫോളോ ചെയ്യുന്നവരായിട്ട് മാറുക. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസമൊക്കെ ദുഃഖത്തിൻ്റെയൊക്കെ ജപമാലയൊക്കെ ചൊല്ലി ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ച് അവരെയൊക്കെ സ്വർഗത്തിലേക്ക് അയറ്റുവിടുന്നവരായിട്ട് മാറാം. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.